ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഈ വൺ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കലും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു വ്ളോഗായിട്ട് വന്നിരിക്കണേ. അത് എന്ത് വ്ളോഗ് വെച്ചാൽ ഒരു ഊട്ടി വ്ളോഗാണ്. എഗെയിൻ ഊട്ടി ഗായ്സ്. ഒരു എഗെയിൻ ഊട്ടിയാണ്. ഊട്ടിയിൽ അച്ഛൻ്റെ വർക്ക് സൈറ്റ് ഉണ്ട് ഗായ്സ്, അവിടേക്ക് പോവാണ്. പിന്നെ ഏട്ടന് കോളേജ് ഉണ്ട്. കോളേജിൽ ഞങ്ങളിപ്പോൾ ഉച്ചയായതുകൊണ്ട് ഒരു ക്ലൈമറ്റ് ഉണ്ട്. അതായത് ഉച്ച ക്ലൈമറ്റാണ് ഇപ്പോൾ. ഇനി ഏട്ടനെ എടുക്കാൻ പോകണം ഗായ്സ്. ഏട്ടനെ എടുത്തിട്ട് ഇനി ബാക്കി പരിപാടി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല ഗായ്സ്. പിന്നെ ആ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പരിപാടി ഏട്ടനപ്പാണ്. ഏട്ടനെ കൂട്ടണം. ഏട്ടനാട് നോളേജ് സിറ്റി മഞ്ചേരിയിൽ ഞങ്ങൾ പോകുകയാണ്. കാണിച്ചു തരാം. പിന്നെ ഈ ട്രിപ്പിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ വെച്ചാൽ ഞങ്ങൾ ആറിൻ്റെ ഒപ്പമാണ് ട്രാവൽ ചെയ്യണത്. എൻ്റെ അച്ഛമ്മേൻ്റെ ഒപ്പമാണ് ഗായ്സ് നമ്മൾ ട്രാവൽ ചെയ്യണത്. അമ്മണ്ട്, അച്ഛമ്മണ്ട്, പപ്പണ്ട്, ഏട്ടനുണ്ട്. പിന്നെ ഗായ്സ്, ഇന്ന് ഞാൻ എൻ്റെ ന്യൂ ഷൂസ് ഇറക്കുകയാണ്. ന്യൂ ഷൂസാണ് ഗായ്സ് ഇന്ന് നമ്മൾ ഇറക്കുന്നത്. നമ്മൾ ഇറക്കണം. പിന്നെ ഗായ്സ്, നമ്മൾക്കിന്നാ ഏനാട് നോളജ് സിറ്റിന്ന് കാണാം. ഗായ്സ്, നമ്മൾ ഏട്ടനെ കൂട്ടാൻ പോവാണ്. ഏനാട് നോളജ് സിറ്റിക്കുള്ള ഒരു റോഡാണ് ഗായ്സ് ഇത്. ഏനാട് നോളജ് സിറ്റി. ഇനി ഒരു 6.5 കിലോമീറ്റർ, 5, 6, 7 അങ്ങനെ 6.5 കിലോമീറ്ററാണ് ബോർഡിൽ കണ്ടത്. ഓൾറെഡി എത്തിയ നമ്മളെ സ്ഥലം എത്തി. ഭയങ്കര ഒരു വനപ്രദേശമുള്ളതാണ് ഏനാട് എന്ന് പറയാം. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മൾക്ക് ഏട്ടനെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോകണം ഗൈസ്. വിശന്നിട്ടുണ്ട്. ഇപ്പം ഗൈസ് ഏട്ടൻ്റെ നോളജ് സിറ്റി കാണാം. ഗൈസ്, നമ്മൾ ഏനാട് നോളജ് സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. വയൽ കിട്ടാത്ത ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ട്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്. ഇവിടെ ഒരു കാടാണ്. ഏട്ടൻ എത്തിയിട്ടുണ്ട്. ഏട്ടൻ മുമ്പിൽ ചൂടുണ്ടമ്മേ. അമ്മ സുന്ദരിയായിരിക്കണ്ട ഗായ്സ്. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഗായ്സ് ഇവിടെ. ഭയങ്കര ബ്യൂട്ടിഫുൾ. ഏട്ടാ പഠിക്കാൻ നോക്കൂ. ഇതൊക്കെ ഓരോ സ്റ്റുഡൻസ് ഒക്കെ പോവാണ് ഗൈസ്. ത്രിബിളൊക്കെ വെച്ചിട്ടാണ് ഗൈസ് പോകുന്നത് അവരൊക്കെ. എന്നാ കുഴിഞ്ഞേടുകയെന്നാവോ. അന്ന് ഞാൻ ഒരു ദിവസം പഠിക്ക് വന്നപ്പോൾ 5th ഒക്കെ വെച്ചിട്ട് ആൾക്കാർ പോവാ. 5th എന്തല്ലേ 5th ഒക്കെ വെച്ചിട്ട് പോവാ. നമ്മള് എവിടെ എത്തി? ചേലപുരം എത്തി. നമ്മളിനി ഊട്ടിക്കുള്ള യാത്ര. ഞാൻ ചുരം എത്തുമ്പോൾ പറയാം ഗൈസ്. അവിടുത്തെ നല്ല വ്യൂ. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. അവിടെ നിന്നും നമുക്ക് കാണാം. ഇവിടെ നിന്നാണ് നമ്മൾ ഊണ് കഴിച്ചത്. ഹോട്ടൽ വീട്ടൂണ്, SP ഹോട്ടൽ ആൻഡ് കൂൾ ബാർ. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ ഗായ്സ് ഒരു ഹോട്ടല്. അങ്ങനെ പാടുപെട്ട് ഇവിടുത്തെ സാധാരണ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഇനി എവിടേക്കാണ് പപ്പ? ഇനി എവിടേക്കാണ്? നിലമ്പൂർ. ചൊച്ചയില് പറയണം ഊട്ടി. അങ്ങനെ ഈ സാറ്റർഡേ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോണോ ഗായ്സ്. നമ്മൾ നിലമ്പൂർ എത്തിയിട്ട് കാണാം. ഭയങ്കര ഒരു പ്രതിസന്ധി കേട്ടോ. ഇത് കണ്ടോ? ഇത് നമ്മളെ മാലാക പോലല്ലേ ഗായ്സ്. ശരിക്കും ഗായ്സ്, ശരിക്കും ഗായ്സ്. നമ്മൾ ഊട്ടി ചുരത്തിലെത്തിയിരിക്കുന്നു. ആന ഈസ് ക്രോസിംഗ് ഹിയർ. ഓക്കെ, അതുകൊണ്ട് നമ്മൾക്ക് വേഗം പോകേണ്ടി വരും. ഇവിടെ ലൈറ്റ് ഇട്ടിട്ടാണ് ആൾക്കാർ വരുന്നത്. ഞങ്ങൾ പിന്നെ ഇവിടെ ഞങ്ങൾ പാപ്പുവിൻ്റെ വർക്ക് സൈറ്റുകളിലൊക്കെ
ഉണ്ടാവുമ്പോ ഞങ്ങള് വരലാണ്. നമ്മള് പപ്പേന് വർക്ക് സൈറ്റുകളൊക്കെ ഉണ്ടാവുമ്പോ നമ്മള് വരും. അപ്പോഴൊക്കെ നമ്മള് ഊട്ടി ആസ്വദിക്കുന്നതാണ്. ഊട്ടി എത്ര പോയാലും നമ്മൾ ആസ്വദിക്കാതെ വരില്ല. എത്ര കണ്ടാലും നമ്മൾക്ക് ഊട്ടി മതിയാവില്ല. അതാണ് ഈ ഊട്ടീന്റെ സ്പെഷ്യാലിറ്റി. നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും അറിയുണ്ടാവില്ല. എന്താ വെച്ചാൽ ഇത് കാണണവരിക്കാണ് അതിന്റെ ഇത് മനസ്സിലാവുള്ളൂ. ഞാൻ നിങ്ങൾക്ക് പരമാവധി വ്യൂ കാണിച്ചു തരാം. ചിലപ്പോ ഞാനെന്താ ചില്ലിന്റെ പുറത്തേക്ക് ഇടാത്ത വെച്ചാ അമ്മേന്റെ ഫോണാണ്. ചിലപ്പോ പുറത്തേക്ക് പോയാൽ അടുത്ത ദിവസം എനിക്ക് നല്ല അടി കിട്ടുന്നതായിരിക്കും. Hello guys, we are going to Ladakh. നിങ്ങൾക്ക് ഏട്ടന് ഇംഗ്ലീഷ് കേട്ട് മതിയായി ഉണ്ടാവും ഗൈസ്. അറ്റ്ലീസ്റ്റ് വീഡിയോ എടുക്കുമ്പോഴെങ്കിലും ചളിയൊന്നും ഒഴിവാക്കണം. അപ്പൊ ഗൈസ് ഞാന് കുറച്ചുകൂടി വ്യൂ ഉള്ള സ്ഥലങ്ങളിൽ കാണിച്ചു തരാം. അപ്പൊ ഗൈസ് ഞാൻ പോട്ടെ. ഇറ്റ്സ് മീ യുവർ ഇവാൻ ഫാബിയോ. ഗൈസ് നമ്മളെ ഈ വെള്ളം എന്താ വെച്ചാ എന്റെ അച്ഛന്റെ ശാസ്ത്ര ബുദ്ധി എന്നാണ് പറയുന്നത് വെച്ചാ ഇത് മഞ്ഞാണ് ഗൈസ്. മഞ്ഞാണെന്നാ പറയണത്. നമ്മൾക്ക് കുറച്ചുകൂടി ചില വണ്ടികളൊക്കെ ലൈറ്റ് ഇട്ടിട്ടാ വരുന്നത്. കുറച്ചുകൂടി നോക്കിയിട്ട് പറയാം. അപ്പൊ ഗായ്സ് നമ്മള് കേരള ബോർഡർ കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. കേരള ബോർഡർ കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് ബോർഡറായി. ഇനി ഞങ്ങൾക്കിപ്പോൾ കേരള ബോർഡർ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് 5 സ്റ്റാർ റോഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഭയങ്കര സൂപ്പർ റോഡുകൾ. ഇന്നത്തേക്കും ഏറ്റവും സൂപ്പർ. അമ്മേനെ നടുവിന് നല്ല പ്രശ്നമുണ്ടാക്കുന്ന ഒരു റോഡാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങള് ചായ കുടിക്കാൻ ഇറങ്ങണമെന്നുണ്ട് ഗായ്സ്. ഇപ്പൊ കുഴപ്പമില്ല. നമ്മൾ ഇറങ്ങിയിരിക്കുന്നു ടീ ഷോപ്പ് ഇറങ്ങാൻ. അമ്മയ്ക്കൊരു ടീ വേണമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? തണുപ്പുണ്ടായിരുന്നോ? അപ്പ തണുപ്പുണ്ടായിരുന്നോ? ഇല്ല, ഇനി തണുപ്പ് തുടങ്ങുന്നതുള്ളൂ. അപ്പൊ തന്നെ ചായ കുടി തുടങ്ങി. ഒരു പരിപ്പുവടയാണ്. രസമുണ്ടോ? ഇതൊക്കെ ഞാനൊന്ന് വാങ്ങാം. ഞാനും ഇരിക്കട്ടെ ഗായ്സ്. ചായക്ക് ഓർഡർ ചെയ്യട്ടെ. ബൈ ഗായ്സ്. നമ്മൾ നീലഗിരി എത്തിയിട്ടുണ്ട്. നീലത്തിന്റെ നാടല്ലേ ഇവിടെ. നല്ല മോശമുള്ള റോഡൊക്കെ ആയിരുന്നു. അതൊക്കെ റെഡിയായി ഗായ്സ്. ചില യൂട്യൂബേഴ്സിന്റെ ഒക്കെ ഇതുകൊണ്ട് തമിഴ്നാട്ടുകാർക്ക് ഇതുണ്ടാകും. അതുകൊണ്ട് ഒരു നന്നാക്കി. ഇനി ഊട്ടിയിലേക്ക് ഒരു വലിയൊരു യാത്രയാണ്. കുറേ നേരമായി. നമ്മൾ ഇനി ഇപ്പൊ എത്ര മണിയായി? 5 മണിയായി. അപ്പൊ നമ്മൾ ഊട്ടിയിൽ കാണാം. ബൈ ഗായ്സ്. മഞ്ഞ് ഗായ്സ്, അതൊക്കെ ഗായ്സ് നമ്മുടെ മഞ്ഞാണ്. ഈ ക്യാമറയിൽ വരെ ആ മഞ്ഞ് പതിയുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതൊക്കെ അത്രയും മഞ്ഞാണ്. നമ്മളിന്ന് മഞ്ഞിൽ മുങ്ങും ഗായ്സ്. നമ്മളിന്ന് മഞ്ഞിൽ മുങ്ങും. നമ്മള് കൂടല്ലൂർ എത്തിയിട്ടുണ്ട്. കൂടല്ലൂർ ഇനി കുറച്ചും കൂടി ഉണ്ട് ഗായ്സ്. നമ്മൾ
കൂട്ടങ്ങളുടെ ഇടയിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. അമ്മേൻ്റെ മുഖത്ത് നല്ല ഹാപ്പിനെസ് തോന്നുന്നുണ്ട്. നമ്മൾ ഊട്ടിയിലെത്തിയിരിക്കുന്നു. ഊട്ടി ഇനി കുറച്ചും കൂടി ഉള്ളൂ. ഇവിടെ വ്ളോഗ് എടുത്തോണ്ടിരിക്കാണ്. ഭയങ്കര ശല്യാണ്, എങ്ങോട്ട് തിരിയാൻ പറ്റണില്ല. അവൻ ക്യാമറ ആയിട്ട് മുമ്പിൽ വരാണ്. ഇത് കണ്ടോ, ഒരു തൊഴിലും തരുന്നില്ല. താങ്ക് യു വെരി മച്ച്. നമ്മളിപ്പോ യൂക്കാലിപ്സ് മരങ്ങളുടെ നടുവിലാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ചരിത്രം എന്താ വെച്ചാ, നമ്മൾ ഈ ബ്രിട്ടീഷ് ആൾക്കാർ വന്നിട്ട് ഇവിടെ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചു. അപ്പൊ അതാണ് ഇതിന്റെ ചരിത്രം. എന്റെ ഇംഗ്ലീഷ് കേൾക്കാൻ ആൾക്കാർ കൊതിച്ചിരിക്കുന്നു. പറ ഇംഗ്ലീഷ് 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 സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ്. What do you want to hear? I want to hear, but I want to hear. Can you please hold the camera much higher? Okay. So basically, when you look at the right or the left, you could see eucalyptus tree. This is a wonderful piece of history left behind. It's so cold here, and we are going to Uti, several kilometers left, and I'm excited. Let's go. അപ്പൊ ഞങ്ങൾ പോവുകയാണ് ഗായ്സ് ഇനി ഊട്ടിയിലേക്ക്. ഊട്ടി മഞ്ഞ് ഗായ്സ്, ഊട്ടി മഞ്ഞ് ഗായ്സ്, ഊട്ടി മഞ്ഞ് ഗായ്സ്, ഊട്ടി മഞ്ഞ് ഗായ്സ്. ഊട്ടിയിലെ മഞ്ഞാണ് ഗായ്സ് ഇത് നമ്മൾ കാണുന്നത്. ഭയങ്കര മഞ്ഞാണ് ഗായ്സ്. പപ്പമ്മ നേരത്തെ തണുക്കണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തലയിൽ ഇതൊക്കെ വെച്ചിട്ടാണ് ഇരിക്കണേ. ഊട്ടി മഞ്ഞ് ഗായ്സ്. നമ്മൾ ഊട്ടിയിലെത്താനായിട്ടുണ്ട് ഗായ്സ്. നമ്മൾ അവിടെ എത്തട്ടെ. പൈൻ ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഗായ്സ്. ഇനി കുറച്ച് നേരം കൂടെ ഉള്ളൂ. പ്ലീസ് വെയിറ്റ് ഗായ്സ്. മഞ്ഞ് പെയ്യുന്നു ഗായ്സ്, മഞ്ഞ് പെയ്യുന്നു ഗായ്സ്. ഊട്ടിയിൽ ആദ്യമായിട്ടാണ്, ഇത്രയും വർഷങ്ങൾ ഞാൻ പോയിട്ടും ആദ്യമായിട്ടാണ് മഞ്ഞ് പെയ്യുന്നത് ഗായ്സ്. മഞ്ഞ് 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 മഞ്ഞ്. അപ്പൊ ഗായ്സ് ഞാൻ ഫ്ലാഷ് ബാക്കാണ്, അല്ല സ്പീഡ് ബാക്കാണ് ഗായ്സ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ മഞ്ഞൊക്കെ പെയ്തു. പിന്നെ അത് കുറച്ചും കൂടെ പോയപ്പോൾ മഞ്ഞൊക്കെ വേണ്ടി നിർത്തി ഗായ്സ്. പിന്നെ കുറേ വണ്ടികളുണ്ട്. ഞങ്ങൾ നവമിക്കല്ല വന്ന്, എന്നിട്ടും കുറേ വണ്ടികളുണ്ട് ഗായ്സ്. എനിക്കറിയില്ല അതെന്താണെന്ന്. ഈ ഊട്ടിയുടെ പ്രകൃതി ഭംഗി കൊണ്ടാവും. അപ്പം ഞങ്ങളങ്ങനെ നടക്കുകയാണ്. അടയാർ ആനന്ദഭവൻ അവിടേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ അവിടെ ആൾക്കാരുടെ തിരക്കൊണ്ട് അവിടെ പാർക്കിംഗ് ഫുള്ളായിട്ടുണ്ട്. അപ്പം അവിടെ കൂടെ പോവാണ് ഗായ്സ്. ഞാൻ ചെറുതായിട്ട് ചുമച്ചു ഗായ്സ്. അപ്പോൾ എന്താ വെച്ചാൽ ചെറിയൊരു ചുമ വന്നു ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മൾ അനന്തഭവനിലേക്ക് നീങ്ങട്ടെ. അപ്പോൾ ഗായ്സ് അവിടെ കൊതിയേറുന്ന കുറേ സ്വീറ്റ്സ് ഉണ്ട് ഗായ്സ് അവിടെ. പിന്നെ അവിടെ കുറേ ലേസും മറ്റേതും ഇതും അതും ഇതും മറ്റേതും ഇതും അത് കുറേ ഉണ്ട് ഗായ്സ്. പിന്നെ ഇവിടെ സെൽഫ് ഡെലിവറി ഉണ്ട്. സെൽഫ് ഡെലിവറി 7 to 12 മണി വരെയാണ്. നമ്മളെ വട എത്തിയുണ്ട് ഗായ്സ്. വട നല്ല ക്രിസ്പി വടയാണ്. ഇനിയും വരാനുണ്ട്. ക്രിസ്പി എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്പി ഉണ്ട് ഗായ്സ് വട. ഈ വ്ളോഗ് നമ്മൾ നിർത്തുന്നു. ഈ വ്ളോഗ് എഗെയിൻ ഊട്ടി 1 ആണ്, പാർട്ട് 1 ആണ്. ഇനി 2 ആണ് വരാനുള്ളത്. നമ്മൾ വന്നതൊക്കെയാണ് പാർട്ട് 1-ലുള്ളത്. ഇനി 2 ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് മാക്സിമം. പിന്നെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടവരെ കമൻറ്റും ചെയ്യുക ഗൈസ്. ബൈ.